പാവന നരസിംഹ ക്ഷേത്രത്തിൽ നിന്ന് ഞങ്ങൾ പോയത് ഛത്രവട നരസിംഹ ക്ഷേത്രത്തിലേക്കാണ്. ക്ഷേത്രത്തിൻ്റെ മുൻപിൽ വരെ വണ്ടി വരും. ഛത്രവട നരസിംഹ ക്ഷേത്രം, അതായത് ഛത്രം എന്നാൽ കുട, വടം എന്നാൽ ആൽമരം. ആൽമരത്തിൻ്റെ കീഴെ വസിക്കുന്ന നരസിംഹസ്വാമിയാണ് ഇവിടെ ഭക്തർക്ക് ദർശനം നൽകുന്നത്. ഹാഹാ എന്നും ഹൂഹു എന്നും പേരുള്ള രണ്ട് ഗന്ധർവന്മാർ സംഗീതം ആലപിച്ച് ഈ വഴി കടന്നു പോകുന്നത് കണ്ട് ഭഗവാൻ ആൽമരത്തിൻ്റെ കീഴിലിരുന്നു കൊണ്ട് സംഗീതം ആസ്വദിച്ചതായാണ് ഇവിടുത്തെ ഐതിഹ്യം പറയുന്നത്. സംഗീതപ്രിയനായ നരസിംഹസ്വാമി സന്നിധിയിൽ സംഗീതപ്രേമികൾ ഒരുപാട് പേർ വന്ന് അനുഗ്രഹം തേടി പോകാറുണ്ട്. ഈ ആൽമരത്തിൻ്റെ കീഴിലിരുന്നാണ് നരസിംഹ ഭഗവാൻ സംഗീതം ആസ്വദിച്ചത്. ഈ ക്ഷേത്രത്തിൻ്റെ കാവൽക്കാരൻ നവഗ്രഹത്തിലെ കേതുവാണ്. ലോവർ അഹോബിലത്തിൽ നിന്ന് 3 കിലോമീറ്റർ അകലെ തെക്ക് കിഴക്കായിട്ടാണ് യോഗാനന്ദ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. അഹോബിലത്തിലെ 9 നരസിംഹ ക്ഷേത്രങ്ങളിലൊന്നാണ് ഈ യോഗാനന്ദ ക്ഷേത്രത്തിലേക്ക് റോഡ് മാർഗം എളുപ്പത്തിൽ എത്തിച്ചേരാം. ഹിരണ്യ സംഹാരം പൂർത്തിയാക്കി നരസിംഹ ഭഗവാൻ ഇവിടെ വന്ന് യോഗാസനത്തിൽ വിശ്രമിച്ചു എന്നാണ് ഐതിഹ്യം. ഇവിടെ വെച്ചാണ് ഭഗവാൻ പ്രഹ്ലാദനെ ഏതാനും യോഗമന്ത്രങ്ങൾ പഠിപ്പിച്ചു കൊടുത്തത്. അതിനാൽ ഈ യോഗഭാവത്തിലുള്ള ഭഗവാനെ യോഗാനന്ദ നരസിംഹം എന്ന് വിളിക്കുന്നു. ഈ ക്ഷേത്രത്തിലെ കാവൽക്കാരൻ നവഗ്രഹത്തിലെ ശനിയാണ്. ഈ കാണുന്ന അമ്പലത്തിൽ 9 നരസിംഹസ്വാമിയുടെ പ്രതിഷ്ഠകളുണ്ട്. ഇനി പോകുന്നത് ഭാർഗവ നരസിംഹ ക്ഷേത്രത്തിലേക്കാണ്. ഈ അമ്പലവും കാട്ടിലൂടെ 5 കിലോമീറ്റർ ഉള്ളിൽ കൂടി പോകണം. ഇതും ജീപ്പിലേ പോകാൻ പറ്റും. ഇതും ഓഫ് റോഡിൽ കൂടിയുള്ള യാത്രയാണ്. ഇവിടം വരെ ജീപ്പ് പോകത്തുള്ളൂ. ഇനി 1 കിലോമീറ്റർ കാട്ടിനുള്ളിൽ കൂടി നടക്കണം. ക്ഷേത്രം കാട്ടിനുള്ളിലായതിനാൽ രാവിലെ 7 മണി മുതൽ ഉച്ചയ്ക്ക് 3 മണി വരെ തുറന്നിരിക്കും. അക്ഷയ തീർത്ഥം എന്ന ഈ കുളം ഒരിക്കലും വറ്റാത്തതാണ്. ഇപ്പോൾ സംരക്ഷിക്കാത്തത് കൊണ്ട് കുളം മലിനമായി കിടക്കുന്നു. ഇനി 250 പടികൾ കയറി വേണം ഭാർഗവ നരസിംഹ ഭഗവാനെ കാണാൻ. പരശുരാമൻ നരസിംഹസ്വാമിയെ തപസ് ചെയ്ത് സ്ഥലത്തുള്ള ക്ഷേത്രമാണ് ഇത്. ഹിരണ്യകശിപു വധം ചെയ്ത് അതേ രൂപത്തിൽ തനിക്ക് ദർശനം നൽകണം എന്ന് ആവശ്യപ്പെട്ട് പരശുരാമന് അതേ രൂപത്തിൽ ഇവിടെ വെച്ച് ദർശനം നൽകി അനുഗ്രഹിച്ചു. കുരങ്ങന്മാർ ഇവിടെ ധാരാളമുള്ളതുകൊണ്ട് അവരവരുടെ ബാഗുകൾ സൂക്ഷിക്കുന്നു. ഈ
ക്ഷേത്രത്തിനുള്ളിൽ വീഡിയോ എടുക്കാൻ അനുവദിച്ചില്ല. ഈ ക്ഷേത്രത്തിൻ്റെ കാവൽക്കാരനായി നവഗ്രഹത്തിലെ സൂര്യഭഗവാനാണ്. ഇനി ബാക്കി അടുത്ത വീഡിയോയിൽ.